ഹായ് അസ്സലാമു അലൈക്കും. ഇത് നമുക്ക് ചെറിയുള്ളി ഇട്ട് വരട്ടിയെടുത്ത ബീഫ് റോസ്റ്റാണ് എടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നമുക്കതിനായിട്ട് ചെറിയുള്ളി ഇപ്പോൾ ഒരു 1/2 കിലോ ചെറിയുള്ളി 250 ml കപ്പിന് 2 കപ്പ് നിറയെ ഉണ്ട്. അപ്പോൾ അതും അതുപോലെ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലൊക്കെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലിടണം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മളത് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുരുമുളകും അതുപോലെ ഇടാൻ പോകുന്നതാണ്. 1/2 സ്പൂണൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. മൂടി വെച്ച് ഒരു 4 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അത് വിസിലടിക്കണ നേരം കൊണ്ട് നമ്മൾ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം. ഞാനിപ്പോൾ ഈ ഒരു മൺചട്ടിയിലാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ചെറിയ ഉള്ളി എടുത്തല്ലോ, ആ 1/2 കിലോ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങുകയും ചെയ്യും. അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാടി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ടത് വാടി വന്നിട്ടുണ്ട്. ഇങ്ങനെ വാടി വരുന്നതിനാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് ഇതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ ആക്കി വാട്ടിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് എരിവിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല ഉണക്കി പൊടിച്ച ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു നിങ്ങളെ എരിവിനനുസരിച്ച് ഞാനൊരു 3 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് 3 സ്പൂൺ ഇട്ടിട്ട് നമുക്ക് നോക്കിയിട്ട് ബാക്കി ഇടാവുന്നതാണ്. നന്നായിട്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് അതും കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 വിസിലടിച്ച ഇറച്ചിയാണ്, ബീഫാണ്. അതിൻ്റെ വെള്ളവും ഒക്കെ ഉണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് വെച്ചിട്ടുള്ളത്. ബീഫിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് അത് കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നപ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനൊരു 2 സ്പൂണും കൂടി ഇതേപോലെ തന്നെ ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒരു 2 സ്പൂണ് സുറുക്ക, വിനാഗിരി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ വീട്ടിലുണ്ടാവുള്ള വിനാഗിരി, അതൊരു 2 സ്പൂണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല വെറൈറ്റി ആയിട്ടാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഗ്യാസ് അടുപ്പിലാണ് വെച്ചുണ്ടാക്കുന്നത്. നിങ്ങളടുത്ത് വിറകടുപ്പുണ്ടെങ്കിൽ അതിൽ വെച്ചുണ്ടാക്കുക. അതുപോലെ മൺചട്ടിയിൽ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്. ഗാർണിഷിനായിട്ട് ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് നേരം വെന്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് വാഴയിലയിലാണ് സെർവ് ചെയ്യുന്നത്. ഓണക്കല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിൽ ഒരു ഡിഷ് ഇതും കൂടി ആയിക്കോട്ടെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മളെ ചെറിയുള്ളി ബീഫാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.